മലയാള കവിത്രയത്തിലെ ആശയഗംഭീരനായ മഹാകവി കുമാരനാശാന്റെ ജന്മദിനമാണ് ഇന്ന്. മലയാള കാവ്യലോകത്ത് കാൽപ്പനിക വസന്തം നട്ടുവളർത്തിയ കാവ്യമനീഷി 1873 ഏപ്രിൽ 12 തിരുവനന്തപുരം ചിറയിൻകീഴിലാണ് ജനിച്ചത്. വീണപൂവ്, നളിനി, ലീല, കരുണ, ചണ്ഡാലഭിക്ഷുകി, ദുരവസ്ഥ, പ്രരോധനം, ചിന്താവിഷ്ടയായ സീത തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. മലബാറിലെ മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ രചിച്ച ദുരവസ്ഥ അന്നത്തെ കലാപത്തിന്റെ നേർചിത്രം കൂടിയാണ്. SNDP യുഗം ജനറൽ സെക്രട്ടറി, തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭാംഗം തുടങ്ങിയ നിലകളിലും കുമാരനാശാൻ ശ്രദ്ധേയനാണ്. 1924 ജനുവരി 16 പല്ലണയാറ്റിൽ ബോട്ട് മറിഞ്ഞുള്ള അപകടത്തിലാണ് കവിതകൾ ബാക്കിയാക്കിക്കൊണ്ട് കുമാരനാശാൻ നമ്മോട് വിട പറഞ്ഞത്. കില്ലില്ല ഞാൻ എൻ്റെ കാലം നയിക്കുമി പുല്ലുമാടത്തിൽ പുലയിയായ്ത്താൻ. അല്ലൽ മറന്നു ചെറുമികളോടു ഞാൻ എല്ലാ പണികളും ശീലിച്ചിടും. ഘോരവെയിലും മഴയും ഹിമവും ഞാൻ സാരമാക്കാതെ സഹിച്ചുകൊള്ളും. ക്ഷീണിച്ചെന്നംഗങ്ങൾ തീരെ തളർന്നാൾ ഞാൻ കാണിനേരം നിന്നു വിശ്രമിക്കും. ആണത്തമാർ നടുത്തേലുമെൻ ചാത്തന്റെ ചേണുറ്റമേനിതൻ ഛായ പറ്റി. തെല്ലില്ല ഭേദമീ അന്ത്യമാം നിശ്ചയം ചൊല്ലുവൻ ചാത്തനോടിന്നു തന്നെ. വല്ല വിധവും ഞാൻ സമ്മതിപ്പിക്കുവനില്ലവനിന്നതിൽ ചായ്വെന്നാലും. ആഹാ പുലയ യുവാവേ, നിൻ ബുദ്ധിയും സ്നേഹവും താഴ്മയും ഔദാര്യവും ചാരിത്രവും അറിയുന്നോർ ചണ്ഡാലനെന്നാരോർക്കും നിന്നെ ഹൃദയമുള്ളോർ. ചണ്ഡാലനെന്നാരോർക്കും നിന്നെ ഹൃദയമുള്ളോർ. വളരെ കാലിക പ്രസക്തിയുള്ള കവിതയാണ്. ഡോക്ടർ ലക്ഷ്മിദാസ് ചൊല്ലിയതാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് മറ്റൊരു അധ്യാപികയാണ്, ഡോക്ടർ R. ജയലക്ഷ്മി. പെരുന്ന NSS ട്രെയിനിങ് കോളേജ് അധ്യാപികയാണ്. നിരവധി കവിതാ മത്സരങ്ങളിൽ സ്കൂൾ തലം മുതൽ സംസ്ഥാന സ്കൂൾ കലോത്സവം, കോളേജ് തലം മുതൽ ഒക്കെ ഡോക്ടർ ജയലക്ഷ്മി കവിതകൾ ആലപിച്ച് അക്ഷരശ്ലോകങ്ങളും ഒക്കെ കാവ്യലോകത്ത് ശ്രദ്ധേയാണ് ജയലക്ഷ്മി ടീച്ചർ. നമുക്ക് ഈ ആശാൻ അനുസ്മരണ ദിനത്തിൽ, ആശാൻ ജന്മദിനത്തിൽ അതിഥിയായി എത്തുന്നത് ഡോക്ടർ ജയലക്ഷ്മി ടീച്ചറാണ്. ടീച്ചർ സ്വാഗതം. സ്വാഗതം ടീച്ചർ. നമസ്കാരം, സ്വാഗതം. അപ്പോൾ ഈ ദിനത്തിൽ ടീച്ചറെ ഞങ്ങൾ അതിഥിയായി വിളിച്ചത് ആശാന്റെ ഏതാനും കവിതകളൊക്കെ ഒന്ന് ചൊല്ലിക്കേൾക്കാൻ വേണ്ടിയാണ്. കവിതകൾ എന്നും ചൊല്ലിക്കേൾക്കുന്നത് നമുക്ക് ആനന്ദകരമാണ്. കവിതകൾ ഇഷ്ടപ്പെടുന്ന വലിയൊരു സമൂഹം മലയാളികൾക്കിടയിലുണ്ട്. എല്ലാവർക്കും ചൊല്ലാനൊന്നും വലിയ പ്രാവീണ്യമില്ല, പക്ഷെ കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമാണ്. അപ്പോൾ നമുക്ക് കവിതാലാപനത്തിൽ ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഒരു മിടുക്കി ടീച്ചർ കൂടിയാണ്. അതെ അതെ അതെ. ടീച്ചറുടെ വിഷയമല്ല പഠിപ്പിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ വിഷയം? സയൻസ് ആണ് എൻ്റെ വിഷയം. ഫിസിക്കൽ സയൻസ് എഡ്യൂക്കേഷൻ. അതെ അതെ, ഫിസിക്കൽ സയൻസ് ആണ്. പക്ഷെ മലയാളത്തിൽ ഗംഭീരമായി, അല്ലെങ്കിൽ കവിതാ ലോകത്ത് കൃത്യമായി അടയാളപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള വ്യക്തി കൂടിയാണ്. അപ്പോൾ നമുക്ക് വർത്തമാനത്തിലേക്ക് പിന്നെ പോകാം. ആദ്യം നമുക്ക് ആശാന്റെ ഒരു കവിത തന്നെ ആകാം. മലയാള സാഹിത്യ ലോകത്തിന്, ഭാരതത്തിന്റെ തന്നെ സാഹിത്യ ലോകത്ത് വലിയൊരു തീരാ നഷ്ടമാണ് മഹാകവി കുമാരനാശാന്റെ അകാലത്തിലുള്ള ഒരു വിയോഗം. ഒരു ആശാനെ പറ്റി പറയുകയാണെങ്കിൽ, ആശാൻ ആശയഗംഭീരൻ എന്ന് നാം കേട്ടിട്ടുണ്ട്, സ്നേഹഗായകനാണെന്ന് കേട്ടിട്ടുണ്ട്, ഒരു വേദാന്തിയായിരുന്നു, തത്വചിന്തകനായിരുന്നു, ദാർശനികനായിരുന്നു അദ്ദേഹം. അങ്ങനെ പല മുഖങ്ങളുള്ള അദ്ദേഹം സാഹിത്യ ലോകത്ത്
അതുല്യമായ സംഭാവനകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ 50-ാം വയസ്സിൽ ഒരു ബോട്ടപകടത്തിൽ അകാലത്തിൽ നമ്മോട് വിട പറയുകയാണ് ഉണ്ടായത്. കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കരണത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഒരു മലയാള കവിയാണ് അദ്ദേഹം. കാലങ്ങൾ എത്ര കഴിഞ്ഞുപോയാലും അദ്ദേഹത്തിന്റെ ആ സംഭാവനയ്ക്ക് എന്നും ആ ഒരു സമകാലികത, ആ ഒരു കാലിക പ്രസക്തി നിലനിൽക്കും തീർച്ചയായും എന്നുള്ളത് നമ്മളത് നിസ്സംശയമാണ്. ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. മഹാകവി കുമാരനാശാൻ എന്നും നമുക്കിടയിൽ സ്നേഹഗായകനായി തന്നെ അറിയപ്പെടും ടീച്ചർ. എന്തായാലും ടീച്ചർക്ക് ആശാനെ പറ്റി പറയുമ്പോൾ വളരെയധികം വാചാലയാകുന്നു. നമുക്കിനി കേൾക്കേണ്ടത് ആ മധുര സ്വരത്തിൽ ആശാന്റെ കവിതകളാണ്. കേൾക്കേണ്ടത്. സമയം അതിന് കൂടുതൽ ചെലവഴിക്കാം. അദ്ദേഹത്തിന്റെ ആത്മീയതയിൽ ഉറച്ചു നിൽക്കുന്ന മനുഷ്യ ജീവിതത്തിലേക്ക് നാം എടുക്കേണ്ട സത്യം, നീതി, ധർമ്മബോധം തുടങ്ങിയ മൂല്യങ്ങളിൽ ഊന്നിയ പ്രാർത്ഥനയായിട്ട് നാം കേൾക്കാറുള്ള, പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറം നമ്മൾക്ക് ഒരു തത്വചിന്താപരമായ ഒരു വഴിയിലേക്ക് നമ്മെ എത്തിക്കുന്ന വളരെ മനോഹരമായ കവിതയിൽ തുടങ്ങാം. അദ്ദേഹത്തിന്റെ സങ്കീർത്തനം എന്ന കവിത. ചന്തമേവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ടീച്ചർ എത്ര മനോഹരമായാണല്ലേ പാടുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത ഇതാണോ ടീച്ചറെ? ഏറ്റവും ഇഷ്ടപ്പെട്ട ധാരാളം കവിതകളുണ്ട്. ഞാനിതൊന്ന് ഇപ്പൊ തന്നെ ചൊല്ലാവുന്നതാണ്. അല്ല, ഇഷ്ടമുള്ള മറ്റൊരു കവിത കൂടി ചൊല്ലിയാലോ നമുക്ക്? വരികൾ ഹൃദിസ്ഥമായ ടീച്ചർക്ക് ഇഷ്ടമുള്ള വേറെ ഏത് കവിതയായാലും ചൊല്ലാം അല്ലേ വിനോദേട്ടാ? അതെ, നോക്കി ചൊല്ലുന്നത് കൊണ്ട് തടസ്സമില്ല ടീച്ചർ. ഈ കവിത തന്നെ ചൊല്ലി തുടങ്ങാം. ഓക്കെ. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്ത ചാരുപക്ഷമാലകളർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. സാരമായി സകലത്തിലും മതസംഗ്രഹം ഗ്രഹീതതായി കാരണം ജഗത്തിലുയർന്നിടുമൊന്നിൻ സൗരഭോൽക്കടനഭികൊണ്ടു മൃഗം കണക്കനുമേയമായി ദൂരമാകിലും ആത്മഹാർദ ഗുണാസ്പദത്തെ നിനയ്ക്കുവിൻ. 1907 അദ്ദേഹം എഴുതിയതാണ് വീണപൂവ്. അതായത് മനുഷ്യജീവിതത്തിന്റെ നശ്വരത എന്താണെന്ന്, അതിന്റെ നിരർത്ഥകത, അതിന്റെ നശ്വരത, അതിനെപ്പറ്റി പ്രകീർത്തിക്കുന്ന ഒരു കവിതയാണ് വീണപൂവ്. അതിൽ ഹാ പുഷ്പമേ അധിക തുംഗപദത്തിൽ ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ ശ്രീഭൂവിലസ്ഥിര അസംശയം ഇന്നു നിൻ ആഭൂതിയെങ്ങു പുനരെങ്ങു കിടപ്പിതോർത്താൽ. പിന്നീട് അദ്ദേഹം എന്ന കവിത ഏറെ ചർച്ച ചെയ്യപ്പെട്ട ദുരവസ്ഥയിലെ ഏതാനും വരികൾ കൂടി ചൊല്ലിയാൽ. അതെ, ദുരവസ്ഥയില് എനിക്ക് ധാരാളം കവിതകൾ അവതരിപ്പിക്കണമെന്നുണ്ട്. പക്ഷെ സമയക്കുറവ് മൂലം ദുരവസ്ഥയിലേക്ക് വരാം. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അല്ലെങ്കിൽ മാറ്റുമതുകളീ നിങ്ങളെത്താൻ. മാറ്റൊലിക്കൊണ്ടീ മൊഴി തന്നെ സർവദാ കാറ്റിരമ്പുന്നിന്നു കേരളത്തിൽ. നാലു അതു തന്നെ ചൊല്ലിയും
അസ്വസ്ഥതയുടെ കോലാഹലങ്ങൾ മുഴങ്ങിടുന്നു. അതുപോലെ ജാതി വ്യവസ്ഥയെപ്പറ്റി എത്ര പെരുമാറ്റ ശങ്കരാചാര്യന്മാർ, എത്രയോ കുഞ്ചന്മാർ തുഞ്ചന്മാരും ക്രൂരമാം ജാതിയാൽ നൂനമലസിപ്പോയി കേരള മാതാവേ നിൻ വയറ്റിൽ എന്ന് അദ്ദേഹം ദുരവസ്ഥയിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സാധാരണക്കാരനെ മനസ്സിലാക്കാൻ വേണ്ടി അതെ അർത്ഥവത്തായ വരികളാണ്. ടീച്ചർ അത്ര മനോഹരമായാണ് പറഞ്ഞത്. എന്തൊരു അക്ഷരസ്ഫുടതയാണ്. ഞാൻ അതിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇനി കുമാരനാശാന്റെ ദുരവസ്ഥയുടെ സാഹചര്യം ഇന്നും നിലനിൽക്കുകയാണ്. നമ്മൾ വാർത്തയിൽ പറഞ്ഞതാണ്, കണ്ണൂരിൽ ഇന്നും ജാതിയുടെ പേരിൽ അധിക്ഷേപം നടത്തി ഒരു വിദ്യാർത്ഥി ജീവനൊടുക്കിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കവി എഴുതി വെച്ച വചനങ്ങൾക്ക് ഇന്നും പ്രസക്തമാണ്. ഇന്നും കാലികമായി തെളിഞ്ഞു നിൽക്കുന്ന വരികളാണ് കുമാരനാശാൻ എഴുതി വെച്ച് മറഞ്ഞുപോയത്. കവിത എഴുതാറുണ്ടോ? കവിത എഴുതാറുണ്ട്. എൻ്റെ പുസ്തകം ഏതാണ്ട് പ്രസിദ്ധീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. തീർച്ചയായും അതിന്റെ ഒരു കോപ്പി ഞങ്ങൾക്ക് അയച്ചു തരണം. പല പ്രസിദ്ധീകരണങ്ങളിൽ വന്നിട്ടുണ്ട്. ഇതുവരെ കവിതാ സമാഹാരമായി ഇറക്കാൻ സാധിച്ചില്ല. ഉടനെ തന്നെ ഉണ്ടാകും. ടീച്ചർ അപ്പോൾ വളരെ ഇഷ്ടപ്പെട്ട ആശാന്റെ ഏതെങ്കിലും ഒരു 4 വരി കൂടി പാടി നമുക്ക് അവസാനിപ്പിക്കാം. സമയത്തിന്റെ ഒരു പരിമിതി ഉണ്ട്, അതുകൊണ്ടാ. കുമാരനാശാന്റെ ഓരോ കവിതകളും എത്ര മനോഹരമാണ്. അത് ചൊല്ലാൻ വൈദഗ്ധ്യമുള്ളവർ, ഇതേപോലെയുള്ള ആളുകൾ ചൊല്ലുമ്പോൾ കേട്ടിരിക്കും. എല്ലാ വിഷമതകളും മറക്കും, എല്ലാ ചിന്തകളും മാറും. ടീച്ചർ ചൊല്ലാം. ചിന്താവിഷ്ടയായ സീതയിൽ ശരിക്കും വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സീതയല്ല നാം കാണുന്നത്. ഒരു സ്ത്രീ ഹൃദയത്തിന്റെ എല്ലാ തലങ്ങളിലൂടെയും ചിന്താവിഷ്ടയായ സീതയിൽ ആശാൻ കടന്നു പോകുന്നു. ആശാൻ സ്വയം ഒരു സ്ത്രീ ആണോ എന്ന് പോലും നാം സംശയിക്കുന്ന വിധത്തിൽ വളരെ കുലീനയായ, വളരെ നൈർമല്യമുള്ള ചിന്തകളും വളരെ പ്രക്ഷുബ്ധമായ ചിന്തകളും എല്ലാം ചിന്താവിഷ്ടയായ സീതയിൽ നമുക്ക് ദർശിക്കാം. ചിന്താവിഷ്ടയായ സീതയിൽ സീത രാമനുമായുള്ള ആ ഒരു പ്രണയ ജീവിതത്തെ പറ്റി പറയുന്ന കുറച്ച് ശ്ലോകങ്ങളുണ്ട്, ഏതാനും ശ്ലോകങ്ങൾ. അത് ഒരിടത്തും പരാമർശിച്ച് കണ്ടിട്ടില്ല. ഞാൻ ആ ഭാഗം ഒന്ന് ചൊല്ലാം. പറയേണ്ട ബുദ്ധിയിൽ കുറവില്ലാത്ത മൃഗങ്ങൾ പോലെയും നിറവേറ്റി സുഖം വനങ്ങളിൽ ചിറകില്ലാത്ത ഖഗങ്ങൾ പോലെയും സഹജ മലരാഗമേ മനോഗുഹയിലും സ്ഫുടരത്നമാണ് മഹനീയമതാണു മാറിലുന്മഹം ആത്മാവണിയുന്ന ഭൂഷണം. പുരുഷന്നു പുമർത്ഥഹേതു നീ തരുണിക്ക തരുണീ ഗുണങ്ങൾ ടീച്ചറെ ഗംഭീരം, മനോഹരമായിട്ടുണ്ട്. നമുക്ക് കണക്ടിവിറ്റിയുടെ പ്രശ്നം മൂലം ചില തകരാറുകൾ വന്നിട്ടുണ്ട്. അല്ല, കവിത കേട്ട് മതിയായിട്ടില്ല ടീച്ചറെ. വീണ്ടും നമുക്ക് കവിതകൾ കേൾക്കണം. ഞാൻ പറഞ്ഞതുപോലെ കവിതാ സമാഹാരത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കവിത ഉറപ്പായും വായിക്കാം, അഭിപ്രായം പറയാം. ഈ പുത്തൻ പുലരിയിൽ ഞങ്ങളുടെ അതിഥിയായി എത്തിയതിന് വളരെയധികം സന്തോഷം, സ്നേഹം. ഒരു നല്ല ഞായറാഴ്ച ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ടീച്ചർ. ശരി, അങ്ങനെ NSS ട്രെയിനിങ് കോളേജിലെ ഫിസിക്കൽ സയൻസ് അധ്യാപിക മാത്രമല്ല, നല്ല അസാധ്യ കവിതയും കൂടി ആലപിക്കുന്ന മിടുക്കിയാണ് ടീച്ചർ. അപ്പോൾ